കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം? 6 മാസത്തിനകം ഗ്രഹഭാഗ്യം നേടുന്ന 7 നക്ഷത്രക്കാർ. അപ്പോൾ നമുക്ക് വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്നൊരു ഘടകം അല്ലേ? വിവാഹം, വീട്, വസ്ത്രങ്ങൾ, വാഹനം, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭവനം അല്ലെങ്കിൽ വീട്. അപ്പം വീട് സ്വന്തമായിട്ട് ഉള്ളവരുണ്ടാവാം, വീടിനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവാം, നമുക്ക് ഭാര്യാഗ്രഹത്തിൽ നിന്നോ അല്ലെ വസ്തുവോ വീടോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ അങ്ങനത്തെ ആവാം. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വസ്തുവോ വീടോ കിട്ടാനുണ്ടെങ്കിൽ അതാവാം. ഏത് രീതിയിലും ആവാം. നമുക്ക് വീട് കിട്ടാൻ അല്ലെങ്കിൽ വസ്തു ഉള്ളവർക്ക് വീട് വെക്കാനൊക്കെ യോഗമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും സെപ്റ്റംബർ 22-ാം തീയതി രാഹുകേതു മാറ്റം വരുന്നുണ്ട്. 2020 നവംബർ 22-ാം തീയതി വ്യാഴമാറ്റം വരുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ രഹസ്യതയോടെ പരിഗണിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഈ ഫലങ്ങളെയൊക്കെ പറയുന്നത്. ഇതിൽ പൂർണ്ണമായൊരു വ്യക്തത വേണം, അല്ലെങ്കിൽ അവൻ്റെ ജാതകപ്രകാരം കൂടി നല്ല സമയമാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷനോടും ഫോണിൽ കൂടെ ഫലങ്ങൾ ചോദിക്കാതെ കൊണ്ട് നേരിട്ട് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ജാതകപ്രകാരം വീടിന് തടസ്സമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നീക്കി മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ഈ പറയുന്ന യോഗങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിലുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ജാതകത്തിലോ അല്ലെങ്കിൽ പറയുന്ന പ്രവചനത്തിലായിട്ട് ഒതുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. രണ്ടാമത് രോഹിണി നക്ഷത്രം. മൂന്നാമത് പൂയ നക്ഷത്രം. നാലാമത് അത്തം നക്ഷത്രം. അഞ്ചാമത് അനിഴം നക്ഷത്രം. ആറാമത് അവിട്ട നക്ഷത്രം. ഏഴാമത് രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് മാത്രമാണോ ഇതിനുള്ള യോഗം എന്നുള്ള അടുത്തൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഈ 7 നാളുകൾക്ക് മാത്രമല്ല, ബാക്കി 20 നക്ഷത്രക്കാർക്കും ഉണ്ടാവാം. അവർക്ക് യോഗമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ജാതകം കൂടി പരിശോധിച്ചെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം കിട്ടാൻ യോഗമുണ്ട്, ഒരു കാര്യം കിട്ടാൻ യോഗമുണ്ട്. പക്ഷെ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ കഴിഞ്ഞാൽ കിടന്നാൽ കിട്ടുമോ? അപ്പോൾ എന്താണ് തടസ്സങ്ങളെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്ന ഈ ഫലപ്രവചനമൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് അതിനുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് നോക്കുക. നോക്കിയിട്ട് വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവാം. അതിന് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു നെയ്വിളക്ക് നടത്തിയാൽ മതിയായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 പുണ്യക്ഷേത്രത്തിൽ പോയാൽ മതിയായിരിക്കും. ചിലപ്പം നല്ല ഒരു ഏലസ് കിട്ടിയാൽ മതിയായിരിക്കും. എന്താണെന്ന് നമുക്കത് പ്രശ്നം ചിന്തിച്ച് കഴിയുമ്പോഴത് അറിയാൻ പറ്റുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.